ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ മൂക്കിന്റെ താഴെ ഇങ്ങനെ മീശ ചേരില്ല. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എന്തു പറഞ്ഞാലും ഇതിന് പകരം ആവില്ല മോനെ. ഊർമിളാന്റിക്ക് ഈ ആഹാരമൊക്കെ ഇഷ്ടപ്പെടുവോ എന്തോ? സ്റ്റാർ ഹോട്ടലിലെ ഫുഡൊക്കെ കഴിക്കുന്ന ആളല്ലേ. നല്ല കഥയായി. അന്ന് ഇംഗ്ലണ്ടിലുള്ള അവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചപ്പോഴേ നീ ഇവിടെ വെക്കുന്ന പാലട പ്രഥമന്റെയും വന്ദന ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെയൊക്കെ വർണ്ണനയായിരുന്നു. നിങ്ങള് രണ്ടുപേരും കൂടി പോകാമെങ്കിലേ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങാന്ന് അവള് പറയുന്നത്. പ്രകാശേട്ടന് ഇഞ്ചിക്കറി. അങ്ങനെ നീ പ്രകാശനെ ഇഞ്ചി കടിച്ച കൊരങ്ങനാക്കണ്ട. ഡീ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരുടെയും ദാസിപ്പണി ചെയ്യരുതെന്ന്, കേട്ടാ? ഇവിടെ എല്ലാത്തിനെ കണക്ക് വെക്കുന്നവരാ. പ്രകാശം ഒന്നും പതുക്കെ, ആളുകൾ കേൾക്കും. ആളുകളെ നോക്കിയാ ഞാനിവിടെ നിൽക്കുന്നത് തന്നെ. എന്ന് വെച്ച് ഒന്നിച്ചിരുന്നുള്ള പങ്കുവെച്ച് കഴിപ്പൊന്നും ഇവിടെ വേണ്ട. പ്രകാശം ഒന്നും പതുക്കെ. എന്തിനു പതുക്കെ ആക്കണം? എല്ലാവരും അറിയട്ടെ എന്ന്. ഇവിടെ രണ്ടടുക്കളയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയട്ടെ എന്ന്. പ്രകാശേട്ടാ ഒന്ന് അടങ്ങ്. 2 പപ്പടം കൂടെ കാച്ചിട്ട് ഞാൻ അങ്ങ് മാറിക്കോളാം. നിന്റെ അടുത്തല്ലേ മാറാൻ പറഞ്ഞത്? പറഞ്ഞ നീ കേക്കില്ലടി. നിന്റെ ഒരു പപ്പടം കാച്ചല്. പൊടിഞ്ഞ പപ്പടം ഇനി എല്ലാവരും കഴിച്ചാ മതി. നീ കാണിക്കുന്നതൊന്നും ശരിയല്ല മോനെ. തുമ്മുന്നതിനും എടുക്കുന്നതിനും ഒക്കെ അച്ഛൻ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോ അമ്മയുടെ നാവ് എവിടെ പോയിരുന്നു? അന്ന് പറഞ്ഞില്ലല്ലോ അതൊന്നും ശരിയല്ലെന്ന്. പ്രകാശേട്ടാ ഒന്ന് അടങ്ങുന്നുണ്ടോ? അയ്യോ, എന്റെ ഗ്യാസ് ഒക്കെ പോയല്ലോ. ഓ, ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച ഗ്യാസ് ആണോടി ഇവർക്ക് പപ്പടം കാച്ചാനായിട്ട് കൊടുക്കുന്നത്? ഗ്യാസ് അത്ര ചെലവായി കാണുന്നറിയോ? ഗ്യാസിന് ഇപ്പൊ എന്താ വില എന്നറിയോ? നിനക്ക് വല്ല ബോധമുണ്ടോ? പപ്പടം കൊള്ളാം പ്രകാശേ, ഗംഭീരം. ആന്റി, അത് ഞാൻ ഏതായാലും സദ്യവട്ടം ഒക്കെ ഒരുങ്ങിയോന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കാര്യമായി. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. അത് പ്രകാശേട്ടൻ തമാശയ്ക്ക്. കണ്ടോടാ, നീ താലി കെട്ടിയവളുടെ മഹത്വം കണ്ടോ? ഭർത്താവിനെ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തി കെട്ടാതിരിക്കാൻ വേണ്ടിയുള്ള അവളുടെ വെപ്രാളം നീ കണ്ടോ? അവളെയാ നീ അടിച്ചത്. ഈ വിളിയുടെ അർത്ഥം മനസ്സിലായോ പ്രകാശ? മകനെ ഒന്നും പറയരുതേ എന്നുള്ള ഒരു അമ്മയുടെ അഭ്യർത്ഥന. കൊള്ളാം. ഒരു വീട്ടിൽ 2 അടുക്കള. എന്ത് നല്ല സംസ്കാരം, അന്തസ്. മാതാപിതാക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഓർമ്മക്കുറവും ബുദ്ധിമോശവും ഒക്കെ വരാം. ചില അവസരങ്ങളിൽ തെറ്റുകളും സംഭവിക്കാം.
അവരെയൊക്കെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് മൂത്ത മകനുണ്ടെങ്കിൽ അവന്റെ കടമയാ. എന്റെ ഇവിടെ കരണ്ടിനും വെള്ളത്തിനും ആഹാരത്തിനൊക്കെ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോ രണ്ടടുക്കള ഉണ്ടാക്കിയല്ലാതെ ഞാൻ പിന്നെന്താ ചെയ്യാ? മാധവേട്ടൻ ജോലിയിൽ നിന്ന് പിരിയുന്നത് വരെ ഈ വീടിന്റെ കറണ്ട് ചാർജ് എത്രയായിരുന്നു എന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? വീട്ടുവാടകയോ ഗ്യാസിന്റെ വിലയോ എന്തെങ്കിലും നീ അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ജോലി തീർന്നപ്പോ മാധവേട്ടന്റെ വരുമാനവും തീർന്നു. അപ്പോ സങ്കടങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അതിനെ വലിയ കാര്യമായിട്ടെടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതേ നീ വിചാരിക്കുന്നത് പോലെ വലിയ വീരത്വമൊന്നുമല്ല. ആഹാരത്തിന്റെ കണക്കച്ഛൻ പറഞ്ഞു എന്ന് നീ പറഞ്ഞല്ലോ. സ്വന്തം പൊക്കിൾക്കൊടിയിലൂടെ ആഹാരം തന്ന ഒരു അമ്മയും മക്കളോട് ആഹാരത്തിന്റെ കണക്ക് പറയില്ലടാ. ആന്റി, എനിക്കൊന്നും കേക്കണ്ട. എന്തിന്റെ പേരിലാണേലും വയസ്സാം കാലത്ത് തന്തയും തള്ളയൊക്കെ അനാഥാലയത്തിലേക്കോ തെരുവോരത്തോ കൊണ്ട് തള്ളുന്ന നിന്നെ പോലുള്ള മക്കൾക്കൊന്നും ഈ മൂക്കിന്റെ താഴെ ഇങ്ങനെ മീശ ചേരില്ല. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എന്തു പറഞ്ഞാലും ഇതിന് പകരം ആവില്ല മോനെ. കാരണം ഒരടുക്കളക്കാരിയെ പോലെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചു നിൽക്കുന്ന നിന്റെ അമ്മയുണ്ടല്ലോ, എന്റെ ചന്ദ്രിക. ഇവളുടെ നല്ല കാലം നീ കണ്ടിട്ടില്ല. പേര് കേട്ട കോവിലകത്ത് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നവളാ ദാ ഇവള്. കൂടുതൽ പറഞ്ഞ ഞാൻ പൊട്ടിത്തെറിച്ചു പോവും. അടുക്കളക്കാരിയൊക്കെ അടുക്കള തന്നെ നിൽക്കട്ടെ. വാ, ചടങ്ങ് തുടങ്ങാൻ സമയായി. പ്രകാശ, നിന്നോട് കൂടിയാ.